ഉത്തരമലബാറിലെ പ്രധാനപ്പെട്ട ഭരതക്ഷേത്രമാണ് കണ്ണൂർ ഇളയാവൂരിലെ ഭരതഭഗവതി ക്ഷേത്രം. രാമായണ മാസത്തിലെ നാലമ്പല ദർശനത്തിൽ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ ഭരതനോടൊപ്പം ആദിപരാശക്തിക്കും തുല്യ പ്രാധാന്യമുണ്ട്. നാലമ്പല ദർശനത്തിൽ ഉത്തരമലബാറിലെ ഒഴിച്ചുകൂടാനാകാത്ത ക്ഷേത്രം കൂടിയാണിത്. രാമായണ ശീലുകൾ കേട്ട് രാമമന്ത്രം ജപിച്ച് ഭക്തിസാന്ദ്രമാകുന്ന രാമായണ മാസത്തിൽ കണ്ണൂരിലെ നാലമ്പല ദർശനത്തിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഇളയാവൂരിലെ ഭരതക്ഷേത്രം. ശ്രീരാമ ഭഗവാൻ വനവാസത്തിനു പോയപ്പോൾ രാമപാദുകം വെച്ച് പൂജിച്ച് നാട് ഭരിച്ച ഭരതനാണ് ഇളയാവൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ജപമാല പിടിച്ച് താപസ രൂപത്തിലാണ് ഭരത പ്രതിഷ്ഠ ഇവിടെയുള്ളത്. താമരമാലയും താമരമൊട്ടുമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. നേരത്തെ ഇതൊരു മഹാവിഷ്ണു ക്ഷേത്രം, ഭഗവതി, കൃഷ്ണൻ ഇങ്ങനെയുള്ള സങ്കല്പമായിരുന്നുണ്ടായിരുന്നത്. യാദൃശ്ചികമായിട്ടാണ് ഒരു 5-6 വർഷം മുമ്പേ ഈ നവീകരണം കലശം നടക്കുന്ന സമയത്താണ് ഇതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് ഒരു ബോധ്യം വന്നത്. പരിശോധിച്ചപ്പോഴാണ് ഇത് ഭരത സങ്കല്പത്തിലുള്ള വിഗ്രഹമാണെന്നും അതനുസരിച്ച് അതിൻ്റെ ക്രിയകൾ മാറി വരികയും ചെയ്തു. അപ്പോൾ നമ്മളിത് നേരത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. കാരണം ഈ ഭരതസങ്കല്പം പറഞ്ഞപ്പോൾ ഇതിൻ്റെ മറ്റ് മൂർത്തികളെ കുറിച്ചിട്ട് അപ്പോൾ അന്വേഷിച്ച് വരുമ്പോൾ പെരിഞ്ചേരി ലക്ഷ്മണ ക്ഷേത്രവും നിർവേലി ശ്രീരാമസ്വാമിയും അതുപോലെ തന്നെ പായത്ത് ശത്രുഘ്നനും അങ്ങനെ 4 ദേവന്മാർ ഈ സങ്കേതത്തിലുണ്ട്, ഈ പരിസരങ്ങളിലുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഒരു സങ്കല്പത്തിൽ കൂടിയാണ് നാലമ്പലം നമ്മൾ ചെയ്തത്. ഭരതനോടൊപ്പം ആദിപരാശക്തിക്കും തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഭരത ഭഗവതി ക്ഷേത്രമെന്ന പേര് വന്നത്. ആദിപരാശക്തിയുടെ മുൻപിൽ കൊടിയില വെച്ച് വിശേഷാൽ പൂജകളോടെയാണ് ഇവിടെ ഉത്സവം ആരംഭിക്കുന്നത്. പ്രധാന ദേവപ്രതിഷ്ഠയായ ഭരതന് പുറമെ ക്ഷേത്രത്തിന്റെ ഈശാനകോണിൽ അമ്പാടിക്കണ്ണനും നാലമ്പലത്തിനുള്ളിൽ മഹാഗണപതിയും വായുകോണിൽ മഹാവിഷ്ണുവും ദേവീക്ഷേത്രത്തിന് പുറകിലായി നാഗപ്രതിഷ്ഠയുമുണ്ട്. രാമായണ മാസ സമയത്ത് നല്ല പങ്കാളിത്തം ഇപ്പം പ്രത്യേകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രതിഷ്ഠ ചതുർബാഹുവാണ്. അപ്പോൾ ഈ കയ്യിൽ മാലയുണ്ട്. അപ്പോൾ അതങ്ങനെ സങ്കല്പം അങ്ങനെ വന്നു. വൈഷ്ണവാണ്. ഇതൊക്കെ വൈഷ്ണവത്തിൻ്റെ റൂട്ടിലേക്ക് വരുന്ന കാര്യങ്ങളാണ്, വൈഷ്ണവുമായിട്ട് ബന്ധപ്പെട്ടതാണിത്. അപ്പം അതിൻ്റെ സങ്കല്പം അതങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഈ പരിസരങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായത്. പിന്നെ അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോൾ ഇത് വ്യക്തമായി അത് പറയുകയും ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ അത് ഭംഗിയായി വന്നു. വളരെ ഗംഭീരമായി ഇളയാവൂർ ഭരതക്ഷേത്രം ഉച്ചനീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം വളരെ ഗംഭീരമായി നടക്കുന്നുണ്ട്. പ്രധാന ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്ത് ക്ഷേത്രത്തിന് കാവലാളായി വിഷ്ണുമൂർത്തിയും കുടികൊള്ളുന്നുണ്ട്. രാമായണ മാസത്തിൽ നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ദർശനത്തിന് എത്തുക. ജനം, കണ്ണൂർ.